IPL-ൽ നിന്ന് ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ പുറത്താക്കിയ BCCI നടപടിയിൽ പുതിയ പോർമുഖം തുറന്ന് കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ. ഒരു കായിക താരത്തെ രാഷ്ട്രീയത്തിന്റെയും വർഗീയതയുടെയും പേരിൽ ബലിയാടാക്കുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് തരൂർ പ്രതികരിച്ചത്. BCCIയുടെ തീരുമാനം ഞെട്ടിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇന്ത്യയുടെ മതേതര മുഖത്തിന് തന്നെ കോട്ടം തട്ടുന്ന ചോദ്യങ്ങളാണ് BCCIക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ഹിന്ദു ബംഗ്ലാദേശ് താരമായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേ നടപടി സ്വീകരിക്കുമായിരുന്നോ എന്ന തരൂരിന്റെ ചോദ്യം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിതുറന്നിരിക്കുകയാണ്. T20 ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന ബംഗ്ലാദേശിന്റെ ഭീഷണിക്കിടയിൽ തരൂരിന്റെ ഇടപെടൽ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ക്രിക്കറ്റ് ഭരണസമിതിയുടെ തീരുമാനത്തിലെ യുക്തിരാഹിത്യത്തെയാണ് തരൂർ ആദ്യം ചോദ്യം ചെയ്തത്. IPL ലേലത്തിന് മുമ്പ് BCCI പുറത്തുവിട്ട അന്തിമ പട്ടികയിൽ മുസ്തഫിസുറിന്റെ പേരുണ്ടായിരുന്നു. ആ പട്ടികയിൽ നിന്നാണ് കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെന്ന നിലയിൽ ഇതിന് യാതൊരു അർത്ഥവുമില്ല. BCCI തിരഞ്ഞെടുത്ത കളിക്കാരുടെ പട്ടികയിൽ നിന്ന് ടീമുകൾക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കാൻ അനുമതിയുണ്ടായിരുന്നു. ആ പട്ടികയിലുള്ള ഒരാളെ തിരഞ്ഞെടുത്തതിന് കൽക്കത്തയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? BCCI തന്നെ യോഗ്യനായ കളിക്കാരനായി സമർപ്പിച്ച ഒരാളുടെ തിരഞ്ഞെടുപ്പിനെ എതിർക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിക്കവേ തരൂർ ചോദിച്ചു. ഭരണപരമായ ഈ പിഴവ് BCCIയുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ബംഗ്ലാദേശ് പാകിസ്ഥാനല്ല. പാകിസ്ഥാൻ താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് ബംഗ്ലാദേശിനും ബാധകമാക്കണമെന്ന വാദത്തെ തരൂർ ശക്തമായി എതിർത്തു. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പ്രശ്നം തീവ്രവാദമാണ്. എന്നാൽ ബംഗ്ലാദേശുമായി അങ്ങനെയല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശ് പാകിസ്ഥാനല്ല. ബംഗ്ലാദേശ് അതിർത്തി കടന്ന് തീവ്രവാദികളെ അയച്ചിട്ടില്ല. ഇത് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമേയല്ല. രണ്ട് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധവും വ്യത്യസ്തമാണ്. ബംഗ്ലാദേശുമായുള്ള നമ്മുടെ ചർച്ചകളുടെയും നയതന്ത്ര ബന്ധങ്ങളുടെയും ഘട്ടം പാകിസ്ഥാനുമായുള്ളതിന് തുല്യമല്ല, തരൂർ വ്യക്തമാക്കി. നയതന്ത്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുണ്ട്. അതിന് ക്രിക്കറ്റിനെ കരുവാക്കുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മുസ്തഫിസുർ റഹ്മാൻ എന്ന വ്യക്തി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വ്യക്തമാക്കാൻ വിമർശകർക്ക് സാധിക്കുന്നില്ലെന്ന് തരൂർ പറയുന്നു. ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ മുസ്തഫിസുറിന് പങ്കില്ല. ഒരു പ്രത്യേക കളിക്കാരൻ. അദ്ദേഹം ഒരിക്കലും വിദ്വേഷ പ്രസംഗത്തെ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരെയോ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെയോ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു കായിക താരം മാത്രമാണ്. നമ്മളിവിടെ ആരെയാണ് ഇരയാക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ മാത്രം എപ്പോഴും സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധത്തിന്റെ ഭാരം വഹിക്കേണ്ടി വരുന്നത്? തരൂർ ചോദിക്കുന്നു. ശശി തരൂർ ഉന്നയിച്ച ഏറ്റവും സ്ഫോടനാത്മകമായ ചോദ്യം മതപരമായ വിവേചനത്തെക്കുറിച്ചാണ്. മുസ്തഫിസുർ ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ ഈ വിവേചനം എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധം കാരണം എല്ലാ ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങൾക്കും ഇന്ത്യയിൽ കളിക്കാൻ അയോഗ്യതയുണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ലിട്ടൺ ദാസിനെയോ സൗമ്യ സർക്കാരിനെയോ പോലുള്ള ഒരു ബംഗ്ലാദേശ് ഹിന്ദു ക്രിക്കറ്റ് താരത്തോടുള്ള സമീപനം എന്തായിരിക്കും? അവർ ബംഗ്ലാദേശിലെ നല്ല കളിക്കാരും IPL-ൽ മുമ്പ് കളിച്ചിട്ടുള്ളവരുമാണ്. ആ താരങ്ങൾ ഈ വർഷം ലേലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവരെയും പുറത്താക്കുമായിരുന്നോ? ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് സൂചിപ്പിക്കുന്നത്? മുസ്ലിം ബംഗ്ലാദേശികളോട് നമുക്ക് വിരോധമുണ്ടെന്നും എന്നാൽ ഹിന്ദു ബംഗ്ലാദേശികളോട് ഇല്ലെന്നും പറയുന്നത്ര അസഹിഷ്ണുതയുള്ള രാജ്യമാണോ നമ്മൾ? തരൂരിന്റെ ഈ വാക്കുകൾ BCCIയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഒരു ബംഗ്ലാദേശ് മുസ്ലിം താരത്തെ ഇന്ത്യയിൽ വിലക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം വാദിക്കുന്നു. പശ്ചാത്തലം: ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ഉയരുന്ന പ്രതിഷേധത്തെ തുടർന്നാണ് BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ KKRനോട് മുസ്തഫിസുറിനെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയിൽ നടക്കുന്ന T20 ലോകകപ്പിൽ പങ്കെടുക്കില്ലെന്ന കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയായിരുന്നു. ശശി തരൂരിനെ പോലൊരു ഉന്നത നേതാവ് വിഷയത്തിൽ ഇടപെട്ടതോടെ BCCIയുടെ തീരുമാനം രാഷ്ട്രീയമായും നയതന്ത്രപരമായും കൂടുതൽ വിശകലനം ചെയ്യപ്പെടുകയാണ്. കായിക രംഗത്തെ ഈ രാഷ്ട്രീയവൽക്കരണം വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം.